ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ചരിത്രമാണ്. 1696 മുതൽ 1956 വരെ കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ ബ്രിട്ടീഷുകാരോട് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. അതല്ലാതെ തന്നെ നമുക്കറിയാം, ആ സമയത്തൊക്കെ കേരളത്തിൽ ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു അല്ലേ. ഇപ്പോൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇവിടെ ഭരിച്ചിരുന്ന ഇപ്പോൾ രാജാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെ അങ്ങനെ നടത്തിയിരുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനതകൾ തന്നെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ 1696 മുതൽ നമുക്ക് കേരളം എന്നുള്ളൊരു സംസ്ഥാനമായിട്ട് സ്ഥാപിതമാകുന്നത് 1956 നവംബർ 1 വരെയാണ് അല്ലേ. അപ്പോൾ അതുവരെയുള്ള എല്ലാ വർഷത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിലെയും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും കോർത്തിണക്കിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ SCERT ഫാക്സും NCERT പിന്നെ PSC ബുള്ളറ്റിനിലെയും നമ്മുടെ ശ്രീധരമേനോൻ്റെയും ടെക്സ്റ്റ് ബുക്കിനൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നല്ല അഭിപ്രായമായിരുന്നു. നിങ്ങളെല്ലാവരും കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എന്താ പറയുക, ഒരു മാരത്തോണൊക്കെ പോലെ അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് കോർത്തിണക്കിയിട്ട് ഒരു ക്ലാസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. Alisha and welcome to Alisa's by Alisha. സോ നമ്മൾ ഒത്തിരി സ്ഥലത്ത് അങ്ങനെ കാണാത്തൊരു ഫാക്റ്റാണ് ഈ 1696 ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്തതുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ PSC ബുള്ളറ്റിനിൽ എടുത്ത് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ എക്സാമിനൊക്കെ നമുക്കറിയാം, ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ മേ ബി ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫാക്റ്റ്, ഈ ഒരു വർഷം തൊട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 1696 വർഷം. ആ വർഷത്തിൽ എന്താണ് ഒരു അനാചാരം അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്നൊരു ദുരാചാരം നിർത്തലാക്കുന്ന ഒരു വർഷമാണ് 1696. ഇപ്പോൾ ഈ ആചാരത്തെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പുലപ്പേടി എന്നറിയപ്പെടുന്നുണ്ട്, മണ്ണാപ്പേടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നായർ സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ താഴ്ന്ന ജാതിക്കാരായ മണ്ണാന്മാരോ പുലയന്മാരോ അവരൊക്കെ ഈ സ്ത്രീക്ക് മേലെ പല രീതിയിലും ഈ ഒരു ആചാരത്തിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അവരെ ദൂരെ നിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും അവരെ പോയി തൊടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു കൊണ്ട് അവരുടെ എറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേത്ത് കൊള്ളണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ നായർ സ്ത്രീ പിന്നെ ആർക്ക് സ്വന്തമാണ്? ഈ മണ്ണാന്മാർക്കും പുലയർക്കും സ്വന്തമാണ്. ആ സമയത്തെ ഒരു എന്താ പറയുക, സ്ത്രീ പുരുഷ അസമത്വത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെയും ഒക്കെ ഒരു ആ സമയത്തുണ്ടായിരുന്ന സിറ്റുവേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആചാരം കൂടിയാണ് അല്ലേ, അനാചാരം കൂടിയാണ് ഈ പുലപ്പേടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ, നായർ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആചാരമായിരുന്നു അന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പുലപ്പേടി എന്ന് പറയുന്നതും മണ്ണാപ്പേടി എന്നൊക്കെ പറയുന്നതും ഈ ഒരു സെയിം സംഭവം തന്നെയാണ്. രാത്രിയിൽ ആരെങ്കിലും ഇറങ്ങി നടന്ന സ്ത്രീകൾ, അപ്പോൾ അവരുടെ കൂടെ പുരുഷന്മാരൊരു കുഞ്ഞായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ആചാരം അത് പിന്നെ തൊട്ടാലോ അല്ലെങ്കിൽ എറിഞ്ഞാലോ ഒന്നും ആ പെണ്ണിനെ സ്വന്തമാക്കാനായിട്ട് പറ്റില്ല, തന്നെ നടക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം ആയിരുന്നു ഈ പുലപ്പേടി മണ്ണാപ്പേടി എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ 1696 ഈ ഒരു ആചാരം ഒരു ശാസനത്തിലൂടെ നിരോധിച്ചത് ആരാണ്? കോട്ടയത്ത് കേരളവർമ്മ രാജാവാണ്. ആരാണ്? കോട്ടയത്ത് കേരളവർമ്മ രാജാവാണ് 1696 പുലപ്പേടി മണ്ണാപ്പേടി എന്ന് പറയുന്നൊരു ആചാരം നിർത്തലാക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വർഷം നോക്കാം. അപ്പോൾ ഇത് തൊട്ടാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ അഞ്ചുതെങ്ങ് എവിടെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് ഫോർട്ടൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ പണിതിട്ടുള്ള ഒരു ഫോർട്ട് ഉണ്ട് അല്ലേ, അഞ്ചുതെങ്ങ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697. അപ്പം എന്താണ് അഞ്ചുതെങ്ങ് കലാപം? നമ്മൾ ഈ ഹിസ്റ്ററി ഇങ്ങനെ പോർച്ചുഗീസുകാരുടെ വരവൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ സമയം പോലെ അത് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോർച്ചുഗീസുകാരായാലും അല്ലെങ്കിൽ വിദേശ ശക്തികൾ ആരും ആയിക്കോട്ടെ സാമൂതിരിയുമായിട്ട് ഒരു
ബന്ധം ഉണ്ടാക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ഏരിയ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിസ്തൃതി അന്ധകാലത്തിൽ ഉണ്ടായിരുന്നത് സാമൂതിരിയുടെ പക്കലായിരുന്നു. പക്ഷേ സാമൂതിരി ഇങ്ങനെ വിദേശ ശക്തികളിൽ നിന്നും അത്ര അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് സാമൂതിരിയുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പല വിദേശ ശക്തികൾക്കും കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ തോറ്റ് പിന്മാറുമ്പോൾ പിന്നെ പോർച്ചുഗീസുകാർ പിന്നെ ബാക്കി രാജ്യങ്ങളായിട്ട് നാട്ടുരാജ്യങ്ങളായിട്ട് ശ്രമം നടത്തും. കോലത്തിരിയായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള താഴോട്ട് പണിങ്ങിയ ട്രാവൻകൂർ, തിരുവിതാംകൂറൊക്കെ ആയിട്ടും ആറ്റിങ്ങൽ റാണിയൊക്കെ ആയിട്ടും അങ്ങനെ അവർക്ക് ബാക്കിയുള്ളവരുമായിട്ട് അത്യാവശ്യം നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് വിദേശ ശക്തികൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇംപ്രസ് ചെയ്യുന്നതാണ് ആരെ? ആറ്റിങ്ങൽ റാണിയെ. അപ്പം ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആറ്റിങ്ങൽ റാണിയുമായിട്ടുള്ള ബന്ധം പറയുന്നതിന് മുൻപ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? PSC പരീക്ഷകൾക്കൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ശ്രീധരമേനോൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട് മാസ്റ്റർ റാൽഫ് റിച്ച് ആണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് നമ്മളൊരു ആൻസറായിട്ട് പറയുന്നത്. മാസ്റ്റർ റാൽഫ് റിച്ച് ആണ് 1583 കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1684 ഈ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അവർക്ക് ഒരു ചെറിയൊരു പ്രദേശം കിട്ടി 1884. ഇനി അതിനുശേഷം ഒരു കോട്ട കെട്ടാനുള്ള പെർമിഷനും ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1690 ഈ പെർമിഷൻ ലഭിക്കുന്നത്. 95 ഈ ഒരു കോട്ടയുടെ പണി പൂർത്തിയായത് 1695. അപ്പോൾ ഈ സ്ഥലത്തെ പ്രദേശവാസികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ളവർക്കൊന്നും ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് വിദേശ ശക്തിയായിട്ടുള്ള ബന്ധത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ബന്ധം മാത്രമല്ല, അവർക്ക് ചെറിയ ചെറിയ അനുവാദങ്ങളൊക്കെ ആറ്റിങ്ങൽ റാണി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ റാണിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വില കൂടിയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഈ ബ്രിട്ടീഷുകാരൊക്കെ റാണിയെ കാണാനൊക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടെ നാട്ടിലൊരു അത്ര ഒരു സുഖം ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ കലാപം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് കൂടിയാണ് ഈ അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാലാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ കലാപം, ആദ്യത്തെ സംഘടിത കലാപവും രണ്ടും ശ്രദ്ധിച്ചിട്ട് വേണം. കൂടുതലും ചോദിക്കാറ് ആറ്റിങ്ങൽ കലാപമാണ്, എന്നാലും ഇത് ഇടയ്ക്ക് എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? നമ്മൾ പറഞ്ഞല്ലേ, ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമ്മയമ്മ റാണിയാണ് അനുവാദം നൽകിയത്. 1695 കോട്ടയുടെ പണി പൂർത്തിയാവുന്നത്. ഈ ഒരു കലാപം ഉടലെടുക്കുന്നത് 1697. ചെറിയൊരു കലാപമാണ്, ഇത് അലസി പോവുകയാണ് ഉണ്ടായത്, ഈ ഒരു അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് 1721 ആറ്റിങ്ങൽ കലാപം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങാണ്. ആദ്യത്തെ സംഘടിത കലാപം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കലാപമാണ്? ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിട്ട് കണക്കാക്കുന്നതാണ് ഈ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അധികാരങ്ങളും ചെറിയ കുത്തകകളും ഒക്കെ ആറ്റിങ്ങൽ റാണിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പതുക്കെ അവരുടെ ബന്ധം റാണിയുമായിട്ട് വളർന്നു വരികയാണ്. പക്ഷേ അവിടെയുള്ള ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അവിടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറേ പിള്ളമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷുകാർ റാണിക്കൊരു സമ്മാനം ഇടയ്ക്ക് സുഖിപ്പിക്കാനായിട്ട് കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ആ സമ്മാനങ്ങൾ ആദ്യം ഈ പിള്ളമാരെ കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പ്രതിനിധികളെ കാണിച്ചിട്ട് വേണം രാജ്ഞിയുടെ അടുത്തേക്ക് എത്തിക്കാൻ, റാണിയുടെ അടുത്തേക്ക് എത്തിക്കാൻ അവർ പറഞ്ഞു. പക്ഷെ അത് ആര് കേട്ടില്ല? ബ്രിട്ടീഷുകാർ കേട്ടില്ല. അപ്പോൾ അതിനെ തുടർന്നൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ആറ്റിങ്ങൽ കലാപം ഉടലെടുക്കുന്നത്. 1721 ഏപ്രിൽ 15 വിഷുദിനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ക്യാപ്റ്റൻ വില്യം ഗിഫോർഡ്, പേരൊന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ്, വില്യം ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തിയ ഒരുപാട് സമ്മാനങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സ്ഥലവാസികളൊക്കെ ആകെ കോപാകുലരായി. അവർ ഈ സംഘത്തെ ആക്രമിച്ച് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന എല്ലാവരെയും, മുഴുവൻ ആളുകളെയും കൊന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അഞ്ചുതെങ്ങ് കോട്ടയിൽ ചെന്നിട്ട് എല്ലാവരെയും പ്രതിരോധിച്ചു. ഇത് ഏകദേശം ഒരു 6 മാസത്തോളം നീണ്ടു നിന്നു. തലശ്ശേരിയിൽ നിന്നൊക്കെ ഇംഗ്ലീഷുകാരുടെ പോഷക സേന വന്നു ചേർന്നു. അതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ പോഷകസേന വന്നു ചേർന്നപ്പോഴാണ് ഈ ഒരു സംഭവം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്യം ഗിഫോർഡ് എന്നുള്ളൊരു പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നത് നല്ലതാണ്. കൊല്ലമ്പുഴയിൽ വെച്ച് ഇംഗ്ലീഷുകാർക്ക് മേൽ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായി. മുഴുവൻ പേരെയും അവർ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ ഒരു 6 മാസം കലാപവും അതിൻ്റെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്യുന്നൊരു ട്രീറ്റിയാണ് തിരുവിതാംകൂറും പിന്നെ ബ്രിട്ടീഷുകാരും സൈൻ ചെയ്യുന്ന 1723 വേണാട് ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഒരു ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് സൈൻ ചെയ്യുന്ന ആദ്യത്തെ ട്രീറ്റി എന്ന നിലയിലും പ്രസക്തമാണ് ഏത് 1723 വേണാട് ട്രീറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശിയെ കുറിച്ചിട്ടാണ് അല്ലേ. പഴശ്ശിരാജയെക്കുറിച്ചിട്ടാണ്. പഴശ്ശിരാജയെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. മമ്മൂട്ടി ഇങ്ങനെ പഴശ്ശിരാജയൊക്കെ ആയിട്ട് കിടിലമായിട്ടുള്ള സിനിമയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഈ പഴശ്ശിരാജ. കേരള ചരിത്രത്തിൽ ചോദിക്കാറുള്ള റിപ്പീറ്റഡ്ലി ആസ്കിങ് ഒരു ഏരിയയും കൂടിയാണ് ഈ പഴശ്ശിരാജയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം 1753 കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കോട്ടയം രാജവംശം, പഴശ്ശി എന്ന് പറയുമ്പോൾ കണ്ണൂർ ആ ഭാഗത്തൊക്കെയല്ലേ, പിന്നെന്താ കോട്ടയം രാജവംശം, അങ്ങനെയൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷേ രാജവംശത്തിൻ്റെ പേരാണ് പറയുന്നത്. കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. ഇവർ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. പുരളീശ്വരന്മാർ എന്ന പേരിലും കൂടെ ഇവർ അറിയപ്പെടുന്നുണ്ടായിരുന്നു. അതും കൂടെ ആലോചിച്ചിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അതെന്താണ്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരായിട്ട് ഒപ്പുവയ്ക്കുന്നതാണ്. അതുവരെ ഈ മലബാർ പ്രദേശം എന്ന് പറയുമ്പോൾ ആരുടെ കീഴിലായിരുന്നു? മൈസൂരിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോട് കൂടിയിട്ട് മലബാർ പിന്നെ ആരുടെ നേതൃത്വത്തിലാവുകയാണ്? ആരുടെ കൺട്രോളിലാവുകയാണ്? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവുകയാണ്. അതാണ് 1792 എന്നൊരു വർഷത്തിൻ്റെ റിലവൻസ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് എന്തുണ്ടാവുന്നത്? പഴശ്ശി വിപ്ലവം ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്തായാലും അപ്പോൾ മലബാറിൻ്റെ കൺട്രോളുള്ളത് എന്തായാലും ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവർ തമ്മിലാണ് പഴശ്ശി വിപ്ലവം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഹിസ്റ്ററിയുടെ ഓരോ ഭാഗം പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിട്ട് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. അപ്പോൾ മൈസൂർ ഭരിക്കുമ്പോൾ, ഇപ്പോൾ ഹൈദരലിയും ടിപ്പു സുൽത്താനൊക്കെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു നികുതി രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ബ്രിട്ടീഷുകാർ നികുതി നയങ്ങൾ മാറ്റാണ് ഉണ്ടായത്. മൈസൂർ ഭരണാധികാരികൾ ഇങ്ങനെ ഭരിച്ചിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ മുഖേന കൃഷിക്കാരിൽ നിന്ന് നേരിട്ടിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ ഒരു നയം മാറ്റിയിട്ട് ഓരോ നാടുകളിലെ രാജാക്കന്മാരിൽ നിന്ന് മൊത്തം തുകകളായിട്ട് ഈടാക്കാനുള്ളൊരു പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ അതൊന്നും അത്ര വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല. അവിടെ പരിഷ്കാരങ്ങളൊക്കെ ആകെ പാളിപ്പോയി. പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഈ മൈസൂരും ബ്രിട്ടീഷുകാരുമായിട്ട് പ്രശ്നങ്ങൾ നടന്നിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പഴശ്ശിരാജ. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീരംഗപട്ടണം ഉടമ്പടി വഴി മലബാർ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലായെങ്കിലും കാര്യമായിട്ടൊന്നും പഴശ്ശിരാജയ്ക്കോ പഴശ്ശിരാജയുടെ കീഴിലുണ്ടായിരുന്ന ജനതയ്ക്കോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ബ്രിട്ടീഷുകാർ ചതിക്കുകയാണ് ഉണ്ടായിരുന്നത്. പകരം ഇദ്ദേഹത്തിൻ്റെ മാതുലൻ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട്ട് രാജാവിനാണ് ഇവർ ബ്രിട്ടീഷുകാർ പ്രിഫറൻസ് കൊടുത്തത്. ഇതൊക്കെ പഴശ്ശിരാജയെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ആ നാട്ടുകാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഈ തെറ്റായ നികുതി നയങ്ങളൊക്കെ കൊണ്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവം പ്രധാനമായിട്ടും ഉടലെടുക്കുന്നത്. പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരിലെ പുരളിമലയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ശ്രമങ്ങൾ പഴശ്ശിരാജേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രിട്ടീഷ് അധികാരികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എന്നാൽ അതൊന്നും സക്സസ് ആവുന്നില്ല. പഴശ്ശിരാജ തന്നെയാണ് ഒന്നാമത്തെ ആ ഒരു യുദ്ധത്തിലെല്ലാം ജയിക്കുന്നത്. പഴശ്ശിരാജയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഉന്നത നേതൃത്വമൊക്കെ ഇടപെട്ടിട്ട് അവരുടെ ഒരു ആവശ്യമായിട്ട് മാറി പഴശ്ശിരാജയുമായിട്ടൊരു സന്ധിയിൽ ഏർപ്പെടുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ഒരു സന്ധിയിലൂടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിന്
ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. 1793 മുതൽ 1797 വരെ. അപ്പോൾ ഉദ്വേഗഭരിതമായ ഒട്ടനവധി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. മിക്കതിലും ആരാണ് ജയിക്കുന്നത്? പഴശ്ശിരാജയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് ജയിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിരുന്നു ആ സമയത്ത് പഴശ്ശിരാജ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം 1797 അവസാനിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സമാധാനമൊന്നും അധികം കാലമൊന്നും നീണ്ടു നിന്നില്ല. പിന്നെയും പ്രശ്നങ്ങൾ എങ്ങനെ ഉടലെടുത്തു. അപ്പോൾ അങ്ങനെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം 1800 സ്റ്റാർട്ടാവുന്നത്. 1800 മുതൽ പിന്നെ പഴശ്ശിരാജ മരിക്കുന്ന 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടും കൂടെയാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം ഉടലെടുക്കുന്നത്. ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. 1799 ഈ ശ്രീരംഗപട്ടണത്തിൻ്റെ പതനത്തെ ശേഷം ഒരു ഉടമ്പടി ഉണ്ടായല്ലേ. അപ്പോൾ അതിനുശേഷം ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വയനാട് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അത് അവർ കൈവശമാക്കാൻ ശ്രമിച്ചതാണ് ഈ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിന് പ്രധാനമായിട്ടും കാരണമാവുന്നത്. അപ്പോൾ പഴശ്ശിരാജ് പറഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല, ഇത് വയനാട് എന്ന് പറയുന്ന ജില്ല ഞങ്ങളുടെ സ്വന്തമാണ്, പഴശ്ശിരാജ് വാദിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഉടലെടുക്കുന്നത്. പ്രധാനമായിട്ടും ആ സമയത്ത് പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് എടച്ചേന കുങ്കൻ നായർ, കൈതേരി അപ്പു നായർ, പള്ളൂർ ഏമൻ നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവരൊക്കെ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ച നേതാവാണ് ആര്? തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്ത് പഴശ്ശി കലാപം നേരിടുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ ആർതർ വെല്ലസ്ലിയെ പോലെ അത്രയും പ്രമുഖനായിട്ടുള്ള ഒരു സേനാധിപതിനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരണമെങ്കിൽ പഴശ്ശിരാജയുടെ പവർ നമുക്ക് ആലോചിക്കാം അല്ലേ. അപ്പോൾ പിന്നീട് വെല്ലിംഗ്ടൺ പ്രഭുവായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് സർ ആർതർ വെല്ലസ്ലി. അപ്പോൾ 1800 അദ്ദേഹമൊക്കെ പഴശ്ശിയെ നേരിടാനൊക്കെ വരുന്നുണ്ട്, പിന്നെ തിരിച്ചൊക്കെ പോകുന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റാണ് പഴശ്ശിരാജയുടെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റാണ് 1802 എടച്ചേന കുങ്കൻ്റെയും തലയ്ക്കൽ ചന്തുവിൻ്റെയും നേതൃത്വത്തിൽ അവർക്ക് പനമരം കോട്ട പിടിച്ചെടുക്കാനായിട്ട് പറ്റി. 1802 വർഷം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ. പിന്നീട് തലശ്ശേരി സബ് കളക്ടറായിട്ട് 1804 ആര് വരുന്നുണ്ട്? തോമസ് ഹാർവേ ബാബർ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. തോമസ് ഹാർവേ ബാബർ 1804 തലശ്ശേരി സബ് കളക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഴശ്ശിരാജയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘത്തെയാണ് എന്ത് പറയുന്നത്? കോൽക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, കോൽക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടിയിട്ട് ആർതർ വെല്ലസ്ലി, പിന്നീട് വെല്ലിംഗ്ടൺ പ്രഭുവായ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ബാബറിൻ്റെ നേതൃത്വത്തിൽ കളക്ടറായപ്പോൾ എങ്ങനെയെങ്കിലും പഴശ്ശിരാജയെ പിടികൂടണമെന്ന് ബ്രിട്ടീഷുകാർ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മെനയാണ്. ഇവരെ വിപ്ലവകാരികളായിട്ട് പ്രഖ്യാപിക്കുകയും ഇവരെ പഴശ്ശിരാജയും സംഘത്തിനൊക്കെ പിടികൂടാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഒരുപാട് റിവാർഡ്സ് ഒക്കെ ഏർപ്പെടുത്തുകയാണ്. ഓക്കെ, ആരെങ്കിലും അതിന് തടയിടുകയാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുക, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ ഒരു സമയത്തിൽ ഈ ഒരു വയനാട് ഭാഗത്ത് അരങ്ങേറി. അങ്ങനെ പഴശ്ശിരാജ മരണമടയുന്നത് 1805 നവംബർ 30 അപ്പോൾ ഈ ചരിത്രത്തിൽ തന്നെ ചരിത്രകാരന്മാരുടെ ഒരു ഇതനുസരിച്ച് പല രീതിയിലും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം വെടിയേറ്റ് മരിച്ചതാണെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം സ്വയം മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും 1805 നവംബർ 30 അദ്ദേഹത്തിൻ്റെ ഒരു പടയോട്ടം, പഴശ്ശിരാജയുടെ പടയോട്ടം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പോലും അത്രയധികം ബഹുമാനം ഉണ്ടായിരുന്നൊരു രാജാവ് കൂടിയായിരുന്നു പഴശ്ശിരാജ എന്ന് പറയുന്നത്. കാരണം ഈ ബാബർ അന്നത്തെ കളക്ടറായിരുന്ന സബ് കളക്ടറായിരുന്ന ഈ തോമസ് ഹാർവേ ബാബർ അദ്ദേഹത്തിൻ്റെ ഈ ശവശരീരം കറക്റ്റായിട്ടാണ് എന്താ പറയുക പല്ലക്കിലാണ് മാനന്തവാടിയിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് എല്ലാവിധ ആചാരം ബഹുമതികളോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശവസംസ്കാര ചടങ്ങൊക്കെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവെന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. ഓക്കെ, ബാബർ 1805 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് എഴുതിയ ഒരു കത്താണ്. അപ്പോൾ ഒരു എതിരാളി തന്നെ ഒരു എതിരാളിയെ ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ
അത്രയും പവർഫുൾ ആയിരുന്നു പഴശ്ശിരാജ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങൾ അല്ലേ. ബ്രിട്ടീഷ് പടയ്ക്കെതിരെ പോരാടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വെടിയേറ്റ് മരിച്ച സ്ഥലം എന്ന് പറയുന്നത് മാവിലാൻ തോടാണ്, വയനാട്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും കേരള സിംഹം എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. ഓക്കെ, KKN കുറുപ്പാണ്. ഇനി പഴശ്ശിയുടെ പേരിൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? വയനാട്ടിലെ മാനന്തവാടിയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകാറുണ്ട് ചിലർക്കെങ്കിലും, അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരുമാണ്. സ്മാരകം മാനന്തവാടി വയനാട് ജില്ലയിലെ, പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം കണ്ണൂരുമാണ്. അപ്പം അങ്ങനെയാണ് പഴശ്ശിരാജയുടെ കേരള ചരിത്രത്തിലെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം വേലുത്തമ്പി ദളവ അല്ലേ. വേലുത്തമ്പി ദളവയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചരിത്രത്തിലെ സംഭവമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1809 ജാനുവരി 11 ചരിത്രം പ്രസിദ്ധമായിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ മലയാള മാസം പറയുകയാണെങ്കിൽ 984 മകരമാസം 1 കൊല്ലവർഷം പറയുകയാണെങ്കിൽ 984 മകരമാസം 1 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം നടക്കുന്നത്. ഇത് പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. 1800 കേണൽ മെക്കാളയെ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് തിരുവിതാംകൂറിൽ നിയമിക്കുന്നുണ്ട്. 1800. അപ്പം അവരുടെ ഭരണരീതികളും ഒക്കെ തിരുവിതാംകൂറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അതിനെതിരെ പാലിയത്തച്ഛനും വേലുത്തമ്പിയും ഒക്കെ പ്രതികരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പം അതിനെതിരെയുള്ള ഒരു വിളംബരം കൂടിയാണ് ഈ 1809 തിരുവിതാംകൂറിനെ ബ്രിട്ടീഷ് ഏജന്റുമാർ വഞ്ചിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം വളരെയധികം ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും സൃഷ്ടിക്കുന്നു. അതിനാൽ ആളുകൾ അതറിയണം. അപ്പോൾ അതാണ് ഈ ഒരു കുണ്ടറ വിളംബരത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വർഷം ഏതെത്തി? 1809 നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? 1696 നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഓരോരോ ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വരികയാണ്. മേ ബി കുറച്ച് ലെങ്ത്തുള്ള ക്ലാസ് ആയിരിക്കും. അപ്പം കഥ പോലെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതോ ഞാനൊരു സൈഡിലിരുന്ന് വെറുതെ പറഞ്ഞു പോവുകയാണോ എന്നുള്ള നമുക്കറിയില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പം ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെയും തിരിച്ചു വരിക. ബ്രേക്ക് എടുത്ത വഴി പോകരുത്. ബാക്കിയുള്ളതും കൂടെ ഓരോ വർഷത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഒരു റിവിഷനായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ വർഷം ഏതായി? 1812 1812 കുറിച്യ കലാപം നടക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ജനകീയ നികുതി നയങ്ങൾ എന്നായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളാണ് മേജറായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമൻ നമ്പിയാണ്. ആരാണ്? രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസും കൂടെയാണ്, ഒരു മുദ്രാവാക്യം കൂടിയാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. സമയത്തും നമ്മുടെ തലശ്ശേരിയുടെ കളക്ടറായിരുന്നത് TH ബാബറാണ്. അപ്പം അദ്ദേഹം കുറിച്യ കലാപത്തെക്കുറിച്ചിട്ട് അഭിപ്രായപ്പെട്ടത് ആ ഒരു സെൻറ്റൻസും കൂടെ ഫേമസ് ആണ്. ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പോൾ ഇത് ഏത് കലാപത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ആര് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ ചോദിക്കാം. കുറിച്യ കലാപത്തെക്കുറിച്ച് TH ബാബർ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് 1859 അടുത്ത ഫേമസ് ആയിട്ടുള്ള കേരള ചരിത്രത്തിലെ ഒരു സംഭവം നമുക്ക് പഠിക്കാനുള്ളത്. ചാനാർ ലഹള എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് 1859 ചാനാർ ലഹള. അപ്പം മാറുമറയ്ക്കൽ സമരം, ആ പേരിൽ നിന്ന് തന്നെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് ചാനാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക്
അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രം ധരിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് 1859 ചാന്നാർ ലഹള എന്ന് പറയുന്നത്. സ്ത്രീകൾ മാറുമറയ്ക്കുന്നതുമായി സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷമാണിത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു അനുവാദം കൽപ്പിച്ചുകൊണ്ട് 1859 ജൂലൈ 26 തീയതി, അപ്പോൾ ആ സമയത്ത് 1859 എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ഭരിക്കുന്ന ഭരണകർത്താവ് രാജാവ് ആരാണ്? ഉത്രം തിരുനാളാണ് അല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു പെർമിഷൻ നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് ഈ ചാനാർ ലഹളയുടെ ഇവരുടെ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് 1859. പിന്നെ 1891 പ്രധാനപ്പെട്ട, അപ്പോൾ തിരുവിതാംകൂറിലോട്ടെത്തി. നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് സഞ്ചരിക്കുകയാണ്. കുറേ സംഭവങ്ങൾ മലബാറിൽ നടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ തിരുവിതാംകൂറിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 1891 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ എന്ന് പറയുകയാണെങ്കിലും മലയാളികൾക്ക് അവിടെ പ്രാതിനിധ്യം, ഉയർന്ന പദവികളിലൊക്കെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു മേജറായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയാണ്. KP ശങ്കരമേനോൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും CV രാമൻ പിള്ളയുടെയും ശ്രീകൃഷ്ണപിള്ള, കാവാലം നീലകണ്ഠപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 1028 പേര് സൈൻ ചെയ്തിട്ട് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒപ്പുവയ്ക്കുന്നത് KP ശങ്കരമേനോനാണ്. 1891 ജാനുവരി 1 തീയതിയാണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് എന്ത് സമർപ്പിക്കുന്നത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് 1893 വില്ലുവണ്ടി യാത്ര. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളുണ്ട്, ഭരണാധികാരികൾക്കെതിരെയുള്ള പോരാട്ടമുണ്ട്, ജാതി പ്രശ്നങ്ങൾ മൂലം ഉണ്ടായ പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അല്ലേ കേരളത്തിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് 1893 വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. അപ്പം ജാതിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ. ഓരോ നിരത്തിൽ നടക്കണമെങ്കിൽ അവിടെ അധസ്ഥിതർക്ക് പ്രവേശനമില്ല, വഴികളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പൊതുവഴിയിലൂടെ നടന്നുപോയ താഴ്ന്ന ജാതിക്കാർ ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലമാണ് 1893 എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് അയ്യങ്കാളി അല്ലേ, അദ്ദേഹം തമ്പ്രാക്കളും പ്രമാണിമാരും മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ രാജാവിനെ പോലെ ഇങ്ങനെ ഒരു ആ സമയത്തൊരു ഇമേജ് അല്ലേ, ആ ഒരു രാജാവിനെ പോലെ വില്ലുവണ്ടിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്ന, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് നവോത്ഥാന നായകന്മാരിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ജാതി കോമരങ്ങളെ വിറപ്പിച്ച ഈ ഒരു സംഭവമാണ് ചരിത്രത്തിലെ വില്ലുവണ്ടി യാത്ര എന്ന് അറിയപ്പെടുന്നത്. വർഷം 1893. ഇനി 1896. അപ്പോൾ നമ്മൾ പറഞ്ഞു 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നതാണ് 1896. അപ്പോൾ ഈഴവർക്ക് നേരെയുള്ള അവഗണനകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ടതാണ് ഈഴവ മെമ്മോറിയൽ. വർഷം ഏതാണ്? 1896 സെപ്റ്റംബർ 3. അപ്പോൾ ഇതും ആ സമയത്ത് തിരുവിതാംകൂറിൻ്റെ രാജാവെന്ന് പറയുമ്പോൾ ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. അദ്ദേഹത്തിനാണ് സമർപ്പിക്കപ്പെടുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ സൈൻ ചെയ്യുന്നത് 13,176 പേരാണ് ഈ ഒരു മെമ്മോറിയലിൽ ഈഴവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ ഒരു മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ലഹളകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ 1912 നെടുമ്പങ്കാട് വെച്ച് നടക്കുന്ന, അപ്പോൾ ചന്തയിൽ എല്ലായിടത്തും ജാതിയുടെ പേരുള്ള പ്രശ്നങ്ങളാണ്. ചന്തയിൽ നടക്കാൻ പാടില്ല, പൊതുവഴിയിൽ നടക്കാൻ പാടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പോൾ നെടുമ്പങ്ങാട് ചന്തയിൽ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നെടുമങ്ങാട് ചന്തലഹള. വർഷം ഏതാണ്? 1912. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് എന്ത്? നെടുമങ്ങാട് ചന്ത പ്രക്ഷോഭം. 1915. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സമരങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇത് രണ്ടിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് അയ്യങ്കാളി തന്നെയാണ്. 1915. അപ്പോൾ 90-ാം ആണ്ട് ലഹള, അപ്പോൾ കൊല്ലവർഷം 1990 എന്നുള്ള രീതിയിൽ 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ പഞ്ചമിയുടെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ.
90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ജാതിയുടെ പേരിൽ സ്കൂളിലുള്ള പ്രവേശനമൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അയ്യങ്കാളി എന്തു ചെയ്തു? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിൽ പഞ്ചമിയുടെ ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ പഞ്ചമിയെയും 1 വയസ്സ് എളുപ്പമുള്ള സഹോദരനെയും കൊണ്ടിട്ട് അയ്യങ്കാളി ഒരു ഉരുട്ടമ്പലം പള്ളിക്കൂടത്തിലെത്തി പ്രവേശനം ആവശ്യപ്പെട്ടു. പക്ഷേ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അഡ്മിഷൻ കൊടുത്തില്ല. പക്ഷേ അയ്യങ്കാളി അതിലൊന്നും തളർന്നില്ല. അദ്ദേഹം അവിടെ കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടിരുത്തി. അപ്പോൾ അന്ന് ആണെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസത്തിന് പോലുള്ള അവകാശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടി വന്നപ്പോൾ നായർ കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ തുടർന്ന് ഇപ്പോൾ രാത്രി ആ സ്കൂൾ കത്തിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. 1915 നടന്നിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഇനി 1915 മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഇതിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. കല്ലുമാല സമരം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചാനാർ ലഹളയെക്കുറിച്ച് പറഞ്ഞല്ലേ, മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നെ കല്ലുമാല വേണമെങ്കിൽ ധരിക്കാം എന്നുള്ളൊരു, അതായത് അവരങ്ങനെ അധസ്ഥിതരെ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിൽ കല്ലുമാല ധരിക്കണം എന്നുള്ളൊരു സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാതീയതയുടെ അടയാളമായിട്ടാണ് ഈ കല്ലുമാല. അപ്പോൾ അത് വലിച്ചെറിയാനായിട്ട് അയ്യങ്കാളി ആവശ്യപ്പെടുന്നതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്ത്രീകൾ തങ്ങളുടെ മേലുണ്ടായിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞു. കല്ലുമാല സമരം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് 1915 നടന്നിട്ടുള്ള ഈ ഒരു സംഭവമാണ്. ഓക്കെ, ഇനി 1921 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങൾ, ഈ 2 ടേംസ് പലപ്പോഴും പല രീതിയിൽ നിർവചിച്ച് കണ്ടിട്ടുണ്ട്. മാപ്പിള കലാപങ്ങൾ എന്ന് പൊതുവേ പറയുന്നത് ഇപ്പം 1800 ആ ഒരു സമയത്തൊക്കെ കാർഷിക പേരിലൊക്കെ ഉടലെടുത്തിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെയാണ് ഈ മാപ്പിള കലാപങ്ങൾ എന്ന് പൊതുവേ വിളിച്ചു പറയുന്നത്. 1921 ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തെയാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മലബാർ കലാപത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ചരിത്രകാരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നൊരു സംഭവമാണ് കാർഷിക കലാപമായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നൊരു സംഭവം കൂടിയാണ് 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ ചരിത്ര ക്ലാസ്സൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക, നമ്മളിവിടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം 1920 നിസ്സഹകരണ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. അപ്പോൾ 1919-20 കാലഘട്ടത്തിലാണ് അതുപോലെ എന്തുടലെടുക്കുന്നത്, ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ പുറപ്പെടുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും കൂടിയാണ് കേരളത്തിൽ ഈ മലബാർ കലാപം ഉണ്ടാവുന്നത്. അപ്പോൾ തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപനത്തെ പിന്തുണച്ച് 1919 ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. INCയും അതിൻ്റെ സപ്പോർട്ടൊക്കെ അറിയിക്കുന്നുണ്ട്. ഗാന്ധിജിയൊക്കെ അതിൻ്റെ നേതാവൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ ഈ മലബാറിലെ ഖിലാഫത്ത് യോഗങ്ങൾ മാപ്പിളമാർക്കിടയിൽ വർഗീയ വികാരങ്ങൾ ഉണർത്തി അത് ബ്രിട്ടീഷുകാർക്കും മലബാറിലെ ഹിന്ദു ഭൂവുടമകൾക്കും എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം 1921 ഈ മലബാർ ലഹള പ്രധാനപ്പെട്ട സംഭവമായിട്ട് പറയുന്നത് ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുണ്ടായ ഒരു മുന്നേറ്റം ഈ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളിൽ വൃത്തങ്ങളിൽ, അതായത് ബ്രിട്ടീഷുകാരായാലും അല്ലെങ്കിൽ ആ സമയത്ത് ജന്മിമാരുടെ ഇടയിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 144 ഇന്ത്യൻ നിയമത്തിലെ 144 ഉണ്ട് അല്ലേ, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ ഒരു വകുപ്പ് നടപ്പിലാക്കി. എന്നിട്ട് ബ്രിട്ടീഷ് പോലീസ് മാപ്പിളമാർക്കെതിരായിട്ടൊരു ഭീകര ഭരണം അഴിച്ചുവിട്ടു. അപ്പോൾ ഏറനാട് താലൂക്കിൽ പെട്ടിട്ടുള്ള പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാനിയായിരുന്നു അല്ലെങ്കിൽ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഏറനാട്ടിലും വള്ളുവനാട്ടിലും മാപ്പിളമാരും പോലീസും തമ്മിൽ ഒട്ടേറെ സംഘടനകൾ ഉണ്ടാവാനായിട്ട് ഈ പൂക്കോട്ടൂർ സംഭവം, അപ്പോൾ പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായിട്ട് നമ്മൾ ചേർന്ന് പഠിക്കുന്നതാണ് ഈ ഒരു സംഭവം കാരണമായി. ഇപ്പം ഇതിനെ തുടർന്നിട്ട് മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകളൊക്കെ ആക്രമിക്കുകയും സർക്കാരിൻ്റെ ഖജനാവുകൾ കൊള്ളയടിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്ന് പറയുന്നതൊക്കെയുള്ള നേതാക്കൾ.
ഈ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെയും പോലീസുകാർക്കൊക്കെ ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് കുറേയൊക്കെ അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ വിജയിച്ചു വരുമ്പോൾ എന്തായാലും ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവർ അടിച്ചമർത്താനുള്ള മാക്സിമം ഇതൊക്കെ ഇറക്കി, ഗൂർഖ പട്ടാളത്തെ ഒക്കെ ഈ മലബാറിലോട്ട് ഇറക്കി. അങ്ങനെ പട്ടാള നിയമമൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദന നടപടികളൊക്കെ കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലുമായിട്ട് ബന്ധപ്പെട്ട 1921 ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറുത്ത അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 1921 വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. വാഗൺ കൂട്ടക്കൊല 1921. അപ്പം ഇതിൻ്റെ ഡേറ്റ് 1921 നവംബർ 10 ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സംഭവം എന്താണെന്നല്ലേ. ഒരു വാഗണിലെ ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ട് 100ഓളം ആൾക്കാർ ഒരു വാഗണിൽ. അപ്പോൾ ഈ ഒരു നമ്പർ പല ബുക്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം 70 പേരോളം മരിക്കാനിടയാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് വാഗൺ കൂട്ടക്കല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാപ്പിള കലാപത്തിൻ്റെ പേരിൽ അടിച്ചമർത്താൻ നോക്കിയിട്ട് ഒരുപാട് പേരെ ജയിലിലാക്കുന്നുണ്ട്. അപ്പോൾ തിരൂരുള്ള ജയിലൊക്കെ ഫുള്ളായി. അപ്പോൾ അവരെ കോയമ്പത്തൂരിലെ ബെല്ലാരിയിലേക്ക് ഈ മാപ്പിളമാരെയും അതിന് കാരണമായിട്ടുള്ള ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അടച്ചിട്ടുള്ള ട്രെയിനിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അങ്ങനെ ട്രെയിൻ കുത്തി നിറച്ചിട്ട് ശ്വാസം കിട്ടാതെ ഒരുപാട് പേര് മരിച്ച ദാരുണമായ സംഭവമാണ് 1921 നവംബർ 10 നടന്നിട്ടുള്ള വാഗൺ കൂട്ടക്കല എന്ന് പറയുന്നത്. അടച്ചു മൂടിയിട്ടുള്ള ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തടവുകാരുമായി കൊണ്ടുപോയ 90 മാപ്പിളമാരിൽ 60 പേർ. ഈ നമ്പറുകൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വ്യത്യാസം പല ബുക്കിലും കാണുന്നുണ്ട്. ശ്വാസം മുട്ടി മരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് 1921 വാഗൺ കൂട്ടക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷണറാണ് AR നാപ്പ് എന്ന് പറയുന്നത്. AR നാപ്പിനെയാണ് വാഗൺ ദുരന്തം അന്വേഷിക്കാനായിട്ട് സർക്കാർ ചുമതലപ്പെടുത്തിയത്. അയാൾ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല അദ്ദേഹം കൊടുത്തത്. വേറെ ഒരുപാട് മുടന്തൻ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് മരിച്ചത്, അതുകൊണ്ട് അല്ലാണ്ട് ശ്വാസം മുട്ടിയിട്ടൊന്നുമല്ല എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. എനിവേസ് അപ്പോൾ അതാണ് 1921 വാഗൺ കൂട്ടക്കൽ എന്ന് പറയുന്നത്. മലബാർ കലാപം എന്നുള്ളൊരു പുസ്തകം രചിച്ച കോൺഗ്രസ് നേതാവാണ് കെ മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പ്രമേയമാക്കിയിട്ട് 1921 എന്ന സിനിമ സംവിധാനം ചെയ്തത് IV ശശിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1696 നിന്ന് തുടങ്ങിയിട്ട് 1921 എത്തി നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി 1956 വരെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ബാക്കിയുണ്ട്. അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വർഷത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജോലിക്കിടയിലും എനിക്ക് ഇങ്ങനെ വീഡിയോസ് എൻ്റെ ഒരു പാഷൻ പോലെ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ആണ്. സോ പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, വേറെ ഒന്നുമില്ല. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.